ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വസയ്യിദുൽ മുർസലീൻ അമാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ അതിൻ്റെ ഒന്നാമത്തെ പത്തും രണ്ടാമത്തെ പത്തും വിട ചൊല്ലി മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് 21 രാവാണ്. ലൈലത്തുൽ ഖദ്ർ ഒരുപക്ഷെ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും പവിത്രമായ ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിലെത്തിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രാധാന്യം നൽകുമായിരുന്നു. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മിർ റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരി, അതായത് മറ്റൊരു സന്ദർഭത്തിലും അധ്വാനിക്കാത്ത അതിനേക്കാൾ കൂടുതലായിട്ട് ഈ അവസാനത്തെ പത്തിൽ ഇബാദത്തിൻ്റെ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ അധ്വാനിക്കുമായിരുന്നു, പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനകളും അതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ താല്പര്യവും അധ്വാനവും അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോഗം തന്നെ ഹദീസിൽ കാണാം. അതായത് ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 അങ്ങോട്ട് കടന്നു വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഷദ്ദ മിഅ്സറ, അവിടുന്ന് അരമുറുക്കിയെടുക്കും. വഅഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. വഅയ്ഖള അഹ്ല, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. സഹോദരങ്ങളെ, ആ ഒറ്റ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ എപ്രകാരമായിരുന്നു ഇബാദത്തിൻ്റെ വിഷയത്തിലെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിലുള്ള പ്രയോഗമാണത്. അരമുറുക്കിയെടുക്കുമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇബാദത്തിന് സജ്ജമായിട്ട് അങ്ങോട്ട് മാറുകയാണ് എന്ന് മാത്രമല്ല, വഅഹ്യാ ലൈലഹു, റമളാനിൻ്റെ അവസാനത്തെ 10 രാവുകളിൽ ധാരാളമായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നു, പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു, ഇസ്തിഗ്ഫാറുകൾ നടത്തുന്നു, തൗബ ചെയ്യുന്നു, ദിക്റുകൾ നിർവഹിക്കുന്നു. അതുപോലെ അള്ളാഹുവിലേക്ക് ഏറെ അടുക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘമായ സുജൂദുകൾ കൊണ്ട് അങ്ങനെ ഓരോ നന്മകൾ ചെയ്തുകൊണ്ട് രാത്രിയെ ജീവിപ്പിക്കുകയാണ്. വീട്ടുകാരെ വിളിച്ചുണർത്തുകയാണ്, ഭാര്യയെ വിളിച്ചുണർത്തുന്നു, അതുപോലെ തന്നെ ബന്ധുക്കളെ കുടുംബത്തിനെയൊക്കെ വിളിച്ചുണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഉറങ്ങുന്ന അവരുടെ ആ റൂമിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറയുമായിരുന്നു. അലാ തുസല്ലിയാൻ, നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ, എഴുന്നേൽക്കുന്നില്ലേ, നമസ്കരിക്കുന്നില്ലേ എന്നിങ്ങനെ പ്രവാചകൻ ചോദിച്ചതായിട്ട് സഹീഹുൽ ബുഖാരിയുടെ 1127 വചനത്തിൽ കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഖിലു സവാഹിബാത്തിൽ ഹുജർ, അതായത് ആ റൂമുകളിലെ ആളുകൾ അഥവാ പ്രവാചകന്റെ പത്നിമാരെ വിളിച്ചുണർത്തൂ എന്ന് പ്രവാചകൻ ഇങ്ങനെ പറയുമായിരുന്നു അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന സംഭവിച്ചേക്കാവുന്ന രാവുകളാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് ലൈലത്തുൽ ഖദ്റിലാണല്ലോ. സൂറത്തു അൽ ഖദർ അതിൽ പറയുന്നത് എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അതായത് ഈ വിശുദ്ധ വേദഗ്രന്ഥം നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. ആ പുണ്യമേറിയിട്ടുള്ള നിർണയത്തിൻ്റെ മഹത്വമേറിയിട്ടുള്ള രാവിലാണ്. എന്താണെന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 മാസങ്ങൾ
മാസങ്ങളെക്കാൾ പവിത്രമായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള ഒരു രാവാകുന്നു എന്നാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ രാവാണെന്നാണ്. അതായത് ഒരു മനുഷ്യൻ 83 വർഷമോ അതിലധികമോ ഒക്കെ ജീവിച്ച് ആ കാലഘട്ടത്തിൽ അത്രയും ഇബാദത്തുകൾ ചെയ്താലും ലൈലത്തുൽ ഖദറിൽ ഇബാദത്ത് ചെയ്താൽ അതായിരിക്കും മികച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ലൈലത്തുൽ ഖദറിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനകൾ പല സഹോദരങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, ആ ദിവസം ആ രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാർ, തൗബ, അതുപോലെ നബിയുടെ മേലുള്ള സ്വലാത്തുകൾ, അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ആ രാവുകൾ പ്രയോജനപ്പെടുത്തുക. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയിട്ടുള്ള കാര്യമാണത്. ആ രാത്രിയുടെ പ്രത്യേകത എന്താ? ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. സൂറത്ത് ദുഖാനിൽ അല്ലാഹു തആല പറഞ്ഞു, എല്ലാ യുക്തിഭദ്രമായിട്ടുള്ള കാര്യങ്ങളും വേർതിരിച്ച് വിശദമാക്കപ്പെടുന്ന രാവാകുന്നു അത് എന്നാണ്. മനുഷ്യൻ്റെ റിസ്ക്, അതുപോലെയുള്ള അവൻ്റെ മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ, അവൻ്റെ ഭാഗ്യം നിർഭാഗ്യം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും അവൻ്റെ അവധി, അവൻ്റെ ഉപജീവനം, അതൊക്കെ വിശദമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ആ ഒറ്റയിട്ട രാവുകളാണത്. ആ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദർ, നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക. എപ്പോഴാ പ്രതീക്ഷിക്കേണ്ടത്? ഫിൽ അശ്രിൽ അവാഖിറ മിർ റമളാൻ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ. അതാണ് ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിറ മിർ റമളാൻ, റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ രാവുകളിലുണ്ടല്ലോ, നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നു. ആകെ 11 റക്അത്ത് നമസ്കരിക്കാവൂ. തറാവീഹ് എന്ന് പറഞ്ഞാലും, തഹജ്ജുദ് എന്ന് പറഞ്ഞാലും, വിത്ർ എന്ന് പറഞ്ഞാലും, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും, ഖിയാം റമളാൻ എന്ന് പറഞ്ഞാലും ഒരു നമസ്കാരത്തിൻ്റെ പല പേരുകളാണ്. ആകെ 11 നമസ്കരിക്കാവൂ. അവസാനം ഒറ്റയിട്ട് അവസാനിപ്പിക്കണം. ആ വിത്ർ ഒറ്റയിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു നമസ്കാരം സുബഹി ബാങ്കിൻ്റെ മുമ്പായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ നമസ്കാരം അപ്രകാരമായിരുന്നു. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിന് ആ നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ എങ്ങനെ നിർവഹിക്കണം? ഈമാനോടുകൂടെ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ആ ലൈലത്തുൽ ഖദറിൻ്റെ ആ രാവിനെ നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു. അത് നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ റബ്ബിനെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം, അതിൻ്റെ റുകൂഉം സുജൂദും ചെയ്യുമ്പോൾ, ആ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ അള്ളാഹുവിലുള്ള ഈമാന് നമ്മുടെ മനസ്സിൽ നിറയണം, പരലോക വിശ്വാസം നമ്മൾ നിറയണം. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നമസ്കരിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞ സകല പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിന് ആരെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൻ രാത്രിയിലുള്ള നമസ്കാരം നിർവഹിക്കുകയാണ്, ഈമാനൻ, വിശ്വാസപൂർവം, ഈമാനിൻ്റെ മനസ്സിൽ അലസമായി കൊണ്ടല്ല, മറ്റ് ചിന്തകൾ കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്നുള്ള ബോധത്തോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നരകമോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ അവൻ ആ രാത്രി നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? പള്ളികളുമായി കൂടുതൽ ബന്ധം പുലർത്തുക. ഇഅ്തികാഫിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ പല സഹോദരങ്ങളും പരിശുദ്ധ ഹറമകളിൽ അവസാനത്തെ 10 ദിവസം മുഴുവൻ ഇഅ്തികാഫിരിക്കാൻ റസൂലുള്ള അങ്ങനെയായിരുന്നു. അവസാനത്തെ 10 മുഴുവൻ ഇഅ്തികാഫിരിക്കുമായിരുന്നു. വിട പറഞ്ഞ വർഷം അവസാനത്തെ 20 ദിവസവും ഇഅ്തികാഫിരുന്നു. അപ്പോൾ ഹറമിലൊക്കെ ബുക്ക് ചെയ്ത് ഇഅ്തികാഫിരിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യാനായിട്ട് മാറി നിന്ന്, മറ്റുള്ള ലൗകിക ഭൗതിക കാര്യങ്ങളിൽ നിന്ന്
പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്തിന് വേണ്ടി അമലുസ്വാലിഹാത്തുകൾക്ക് വേണ്ടി സമ്പൂർണ്ണമായിട്ട് ആ ദിവസങ്ങൾ മാറ്റിവെച്ച് ആ ഒരു ഇബാദത്തിനാണല്ലോ ഇഅ്തികാഫ് എന്ന് പറയുക. അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം, അതിനുള്ള പ്രാർത്ഥനയുണ്ടാവണം. നമ്മൾ സാധാരണ നമസ്കരിക്കുന്ന പള്ളികളിലൊക്കെ അവിടെ പോയി സാധിക്കുന്നത്ര സമയം നമ്മൾ ഇരിക്കുക, എന്നിട്ട് ഇഅ്തികാഫ് എന്നുള്ള നിയ്യത്തോടുകൂടെ സാധിക്കുന്ന ടൈം ഒരു അരമണിക്കൂറാണെങ്കിൽ അത്, അല്ലെങ്കിൽ എത്രയാണോ സാധിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് താരതമ്യേന മധ്യമ നിലവാരത്തിലുള്ള ഒരു സുജൂദിൻ്റെ സമയമെങ്കിലും ഇഅ്തികാഫ് എന്നുള്ള നിയ്യത്തോടുകൂടെ പള്ളിയിലിരുന്നാൽ അതാണ് ഇതിൻ്റെ ഏറ്റവും മിനിമം ടൈം എന്നുള്ളതാണ്. അപ്പോൾ ഇഅ്തികാഫിരിക്കുക എന്ന് മാത്രമല്ല, രാത്രിയിൽ നമ്മൾ ഇഅ്തികാഫ് രാത്രിയും പകലും ഒക്കെ ഇരിക്കാം, റമളാനിലും അല്ലാത്ത കാലത്തും ഇരിക്കാം. ഇവിടെ ഈ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ പത്ത് കംപ്ലീറ്റ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒറ്റയിട്ട രാവുകളിലെ പ്രത്യേകിച്ച് ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹു തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ഞാൻ ദീർഘമായി പറയുന്നില്ല, സൂചിപ്പിക്കാൻ, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കുവാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ അവൻ്റെ ആ പാപമോചനത്തിന് അത് ഞാൻ പുറത്തു കൊടുക്കും, ആരുണ്ടെന്നോട് തേടാൻ അവന് ഞാൻ ഉത്തരം നൽകും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അങ്ങനെ വിളിച്ചു ചോദിക്കുന്ന. അപ്പോൾ സഹോദരങ്ങളെ, രാത്രിയുടെ അവസാനയാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, തൗബ ചെയ്യുക, അള്ളാഹുവിനോട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുക എന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ പഠിപ്പിച്ച നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ നബിയോട്, നബിയേ, ഈ ലൈലത്തുൽ ഖദർ വരുമ്പോൾ എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത്? പ്രത്യേകമായിട്ട് ഏത് പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ഞാൻ അറിഞ്ഞ് ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യത്തിൽ ചെയ്തത്, പരസ്യമായി ചെയ്തത്, മനഃപൂർവ്വം ചെയ്തത്, അല്ലാതെ ചെയ്തത് എല്ലാം റബ്ബേ നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണല്ലോ, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണമേ, എനിക്ക് പുറത്തു തരേണമേ. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അതൊക്കെ ധാരാളമായി നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ കൊണ്ട് വിജയിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.